ഇവനാണോ നിന്നെ നോക്കാൻ പോകുന്നത്? ദിവസവും അടിയും കുത്തും വാങ്ങി നശിച്ച് ജീവിക്കാൻ നിനക്ക് നോക്കിക്കോ. നിനക്കിത് വേണോടി? കൊള്ളാവുന്ന ഒരു ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പം നീ എന്താ ചെയ്തത്? അതിനുള്ള ശിക്ഷയത് നീ അനുഭവിക്കോടി, നീ അനുഭവിക്കും. നിന്റെ കണ്ണിന് ചുടുചോര വീഴാൻ പോകുന്നത് നോക്കിക്കോ. चांदनी हाँ आजा भैया बेटी भैया भैया की सहाय टूट गई। वो लोग पीछे हट गया। की उണ്ടो ഫ്ലാസ്കിലുണ്ട്. എടുക്ക്. ആ വിട്ടുകളാ ഭയ്യ പോട്ടെ. ഹരീഷ് നന്നായിരിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അവിനാശേ. അതിങ്ങനെയാവുന്നു കരുതിയില്ല. ചായ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ചായ കുടിക്കും. എനിക്കെന്ത് വിഷമം? എനിക്കതിൽ സങ്കടമൊന്നുമില്ല. പക്ഷെ വീട്ടിലുള്ളവർക്ക് വലിയ സങ്കടമായിരിക്കും. ഇത്തവണ ഇത് നടക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുവരുത്താൻ ഞാനല്ലേ. പക്ഷെ ഒന്നുണ്ട്, അവർക്ക് ആർക്കും ഈ കല്യാണം ഇഷ്ടമായിരുന്നില്ല. ഇത് വേണോന്ന് അവര് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു. നീതു ഇനിയും കുറെ കാലം കാത്തിരിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ എന്നെക്കുറിച്ച് പോലും ഓർക്കാതെ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പോ എൻഗേജ്മെന്റ് നിന്നതില് വിഷമമില്ലെന്നാണോ? വിഷമമുണ്ട്, അതിത് മുടങ്ങിയില്ലല്ല. ഹരീഷിന്റെ കല്യാണം വീണ്ടും തള്ളിപ്പോയല്ലോ എന്നോർത്തു. അന്നൊരു തവണ നേരിൽ കണ്ടോന്നല്ലാതെ ഞാൻ ആ കുട്ടിയോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. സുധീഷ് ഫോൺ നമ്പർ വാങ്ങി തന്നെങ്കിലും ഒരിക്കലും എനിക്ക് വിളിക്കാനും തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഇത് നടക്കാനുള്ളതായിരിക്കില്ല. സുഭാഷ് ഏട്ടൻ വീട്ടുകാരെ കുറിച്ച് വിഷമിക്കുന്നു. വീട്ടുകാര് സുഭാഷ് ഏട്ടനെ കുറിച്ച്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് നിങ്ങളെ അറിയാവുന്നല്ലേ. ഞാനും ആ കുടുംബത്തിലൊരു മെമ്പറെ പോലെയല്ലേ. അതുകൊണ്ട് അവരെ പോലെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നു കാണണമെന്ന് എനിക്കും മോഹമുണ്ട്. എനിക്കൊന്നും കല്യാണത്തിന് രാശിയില്ല അവനാശെ. അത് നീ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും ഹരീഷിന്റെ കല്യാണം നടക്കണം. അവൻ സമ്മതിക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എന്റെ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് എനിക്കൊരു വിഷമമില്ല. എത്രയോ ആളുകൾ അവിവാഹിതരായിട്ട് കഴിയുന്നു. അതിലൊരാളാണ് ഞാൻ എന്ന് വിചാരിച്ച പോരെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സുഭാഷേട്ടാ? എത്ര തവണയായിട്ട് ഇങ്ങനെ ശ്രമിച്ചിട്ട് മുടങ്ങുന്നു. എനിക്കിതൊരു തമാശയായി തുടങ്ങി. ഇത് ചോദിക്കാമോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കാം. എന്റെ അനിയത്തിയെ ഞാൻ സുഭാഷ് ഏട്ടന് വേണ്ടി ആലോചിക്കട്ടെ. എവിടെയെല്ലാം പോയി പെണ്ണന്വേഷിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരാളുള്ളപ്പോ അത് ആലോചിച്ചൂടെ? അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിൽ നിന്ന് ഒഴിവാകാനാ. സുഭാഷ് ഏട്ടനെ പോലെ ഒരാളാണെങ്കിൽ അവൾക്ക് എന്തുകൊണ്ടും നന്നായിരിക്കും. നീ എന്താ ഈ പറയുന്ന അവിനാശൻ? ഇത് തമാശയാണോ? അതെന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങൾക്ക് കാശില്ലാത്തോണ്ടാണോ? ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ? ഇതിപ്പോഴല്ല, ഞാൻ മുമ്പേ ചോദിച്ചതാ. നാട് മുഴുവൻ പെണ്ണ് കണ്ട് നടക്കുന്നുണ്ടല്ലോ.
എന്റെ അനിയത്തെ കെട്ടിക്കൂടെയെന്ന്. അതന്ന് സുഭാഷേട്ടൻ ചിരിച്ചു തള്ളി. എന്റെ പെങ്ങളായതുകൊണ്ട് പറയുകയല്ല, ഇവള് നല്ല കുട്ടിയാ. സുഭാഷേട്ടൻ പോലെ ഒരാളിനെ അവൾക്ക് വേണ്ടി എനിക്ക് കണ്ടുപിടിക്കാനാകില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളായിരിക്കും. ഒരു നല്ല സ്ഥലത്തേക്ക് ഇവളെ കെട്ടിച്ചയച്ച സന്തോഷം എനിക്കും ഉണ്ടാവും. സുഭാഷേട്ടൻ ഇപ്പം മറുപടി പറയണമെന്നില്ല, ആലോചിച്ചിട്ട് മതി. ഇനി ആലോചിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. എന്റെ ഉറക്കം പോയി പറയാൻ വന്ന വാക്കുകളെല്ലാം നിന്നെ കണ്ടാൽ മറന്നുപോയി. നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സൊക്കെ തിരിച്ചു പോയി. പറയാൻ വന്ന വാക്കുകളെല്ലാം നിന്നെ കണ്ടാൽ മറന്നുപോയി. സ സ സ സ സ സ സ സ രി രി ഗ ഗ രി 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 സരി ഗ പ പ ഗ രി സ സ സ സ സ സ സ സ സ രി രി ഗ. നിന്നെ വിശ്വസിച്ച നീ ഇതൊന്ന് ഇറങ്ങി വന്നത്. നീ അവളെ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി. പാവം, അവൾക്കത് ശരിക്കും വിഷമായി. അതും പോരാതെ നീ അവളോട് എൻ്റെ കല്യാണം കഴിഞ്ഞാലേ അവളെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞില്ലേ. ഞാനാണല്ലോ നിന്റെ കല്യാണത്തിന് തടസ്സമെന്ന് ഓർത്തപ്പോൾ വല്ലാതെ എനിക്ക് വിഷമായി. ഇത് ചോദിക്കാമോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. എന്റെ അനിയത്തിയെ ഞാൻ സുഭാഷേട്ടന് വേണ്ടി ആലോചിക്കട്ടെ. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി സുഭാഷേട്ടന്റെ വിവാഹം കഴിയണ വരെ നമ്മുടെ വിവാഹം നടക്കാൻ പോണില്ല. നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി ഏതോ വീട്ടിൽ നിന്ന് ഏതോ ഒരു പെണ്ണിനെ സുഭാഷേട്ടന്റെ തലയിൽ കെട്ടിവെക്കാന്ന് നീ ആലോചിക്കണ്ട. കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ ആവാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്താണെന്ന് ചെയ്യ്. ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളോടൊക്കെ വഴക്കിട്ടത്?
എന്തിനാടി ഇങ്ങനെ വിളിക്കണേ? എന്തിനാ ഹരീഷ് ചൂടാവുന്നെ? എടി ഒരിക്കൽ കട്ട് ചെയ്താ സംസാരിക്കാൻ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞോടെ വീണ്ടും വീണ്ടും ഇങ്ങനെ ടോർച്ചർ ചെയ്യണോ? ഹരീഷ് ചീത്ത വിളിക്കല്ലേ പ്ലീസ്. നാടകം നിർത്തിയിട്ട് ഫോൺ വെക്കടി. ഹലോ ഹലോ. The number you are trying to reach is currently switched off. എന്താണ് നികേഷ്? സുഭാഷേട്ടൻ പോയിട്ട് നേരം കുറയായല്ലോ, കാണുന്നില്ലല്ലോ. വന്ന കയറിയ ഉടനെ എല്ലാരും കൂടി സുഭാഷ് ഏട്ടനെ വിചാരണ ചെയ്യുമായിരുന്നല്ലോ. ആൾ ശരിക്കും അപ്സെറ്റ് ആയിട്ടുണ്ടാവും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്ന? ഈ ഒരു കാരണം കൊണ്ടാ സുഭാഷ് ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നിശ്ചയം വരെ വിവാഹം കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? മതി, ഇനി അത് തന്നെ പറയണ്ട. ദയവ് ഇത് സുഭാഷ് ഏട്ടൻ വരുമ്പോ ആ വിഷയം എടുത്തിടരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. തേങ്ങ. എനിക്ക് സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുക. എത്ര തവണ ഇതിനെ കല്യാണം മുടങ്ങി പോന്നു. സുഭാഷേട്ടൻ എങ്ങനെ ഇതിനെ മറികടക്കുന്നു ഓർക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. സുഭാഷ് ഏട്ടന്റെ കൂടെ നിന്ന് ഇതൊന്നും അത്ര പ്രശ്നമല്ല എന്ന് ആളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അതെ, നമ്മളെല്ലാരും ഉണ്ടല്ലോ. വിചാരിക്കുന്നത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ. നോക്കിക്കോ. ആ കുട്ടിയോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ട് നിശ്ചയിച്ച വിവാഹമൊന്നും അല്ലല്ലോ. സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്നല്ലേ ഉള്ളൂ. സുഭാഷ് ഏട്ടൻ വരുമ്പോ നമ്മൾ ഇതൊന്നും മനസ്സിൽ വെക്കാത്ത പോലെ സംസാരിച്ചാൽ മതി. അപ്പൊ തന്നെ പാതി ശരിയായിക്കോളും. ആ ഡേ, സുഭാഷേട്ടൻ വരുന്നുണ്ടേ. ചിരിച്ചോണ്ട് ടെൻഷൻ കൂടി വട്ടായോ? ആ എനിക്കറിഞ്ഞൂടാ. ആ എല്ലാരും കൂടെ എന്ത് പറഞ്ഞിരിക്കുക? എന്താ സുഭാഷ് ഏട്ടാ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, നിങ്ങൾ കഴിച്ചോ? ഇല്ല. അതെന്താ, നിങ്ങൾക്ക് കഴിക്കാറുന്നില്ലേ? അങ്ങനെയല്ലല്ലോ ഇവിടെ പതിവ്. സുഭാഷ് ഏട്ടനെ കാത്തിരുന്ന ഞങ്ങള്. അതുകൊണ്ട് ഇത്രയും നേരം കാത്തിരിക്കണോ? ആ മോളെ നിധി, എല്ലാം എടുത്തു വയ്ക്ക്. ഞാൻ പോയി ഇന്ന് വേഷം മാറിയിട്ട് വരാം. നികേഷ വാടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യ്. വാ. സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ? മൊത്തം ഒരു ചിരിയാണല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കും സുധീഷേ. എടാ വാടാ, വന്നെല്ലാം എടുത്തു വെക്ക്. ബാ. അല്ലടാ, സംതിങ് ഫിഷി. എവിടെയെല്ലാം പോയി പെണ്ണന്വേഷിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരാളുള്ളപ്പോ അത് ആലോചിച്ചൂടെ? സുഭാഷേട്ടാ, ആ പെട്ടെന്ന് വാ. വരുന്നു. ആ എല്ലാരും എടുത്തോ? ആ എന്താണ് ആവോ?
നിങ്ങൾ കഴിക്കാൻ നോക്കിയിരിക്കുന്നത്? കഴിക്കും കഴിക്കും മോളെ. ആ കഴിച്ചോ. വട്ടായോ? സുഭാഷ് ഏട്ടാ, എന്താടാ? ഈ സുഭാഷ് ഏട്ടൻ ഓക്കെ ആണല്ലോ അല്ലേ? ആ എനിക്കെന്താ കുഴപ്പം? അല്ല സുഭാഷ് ഏട്ടാ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടേ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഭയങ്കര കൂളായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. എന്താടാ ചിരിക്കാനും പാടില്ലേ? നികേഷ് മിണ്ടായിരിക്കെ. ഈ സുഭാഷ് ഏട്ടന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രശ്നമല്ല സുധീഷ്. എടാ വരാനുള്ളത് എന്തായാലും വരും. അതും വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞത് എന്തായാലും തിരുത്താൻ പറ്റില്ലല്ലോ. ഫിലോസഫി ഒക്കെ പറയുന്നുണ്ടല്ലോ. എടാ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ലഭിക്കാൻ പോകുന്നോണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? അതെ, വരാനുള്ളത് വഴി തെങ്ങില്ല. നമുക്ക് വിളിച്ചത് നമുക്ക് കിട്ടുമെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ അതും. അതുകൊണ്ട് നടന്നതിനെ പറ്റി ആലോചിക്കാൻ നിൽക്കാതെ നിങ്ങൾ കഴിക്കാൻ നോക്കും. ഓ കഴിക്കടാ. സുഭാഷ് ഏട്ടാ, ഈ ചായ കുടിക്കാൻ പോയിട്ട് എന്താ സുഭാഷ് ഏട്ടാ ഇത്ര വൈകിയേ? അത് പിന്നെ അവിനാശിന്റെ വീട്ടിലേ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അതാ വൈകിയ. അവിനാശിന്റെ വീട്ടിൽ? അവിനാശ് മനോഹരി നിൻ മനോരഥത്തിൽ മലരോട് മലർ തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ? അച്ഛാ, ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഒരു കാര്യം ചോദിക്കാനുണ്ട്. കുറച്ചു. എന്താ? ഭക്ഷണം കഴിച്ചോ? ഓ, ഇത് ചോദിക്കാനോടാ ഓളി കുറയ്ക്കാൻ പറഞ്ഞേ? യൂസ്ലെസ്. മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ? സുഭാഷേ, നീ കഴിഞ്ഞു പോയത് തന്നെ ആലോചിച്ചോണ്ടിരിക്കണോ? എടാ, ഈ ലോകത്ത് കല്യാണ നിശ്ചയം നിന്ന് പോകുന്ന ആദ്യത്തെ ആളൊന്നും അല്ല നീ. ദൈവം ഒരു കാര്യം നടക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി വേറെ നല്ല മറ്റെന്തോ നടക്കാൻ പോകുന്ന. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളൊക്കെ പറഞ്ഞാൽ ശരി. എനിക്കെന്നാ തെറ്റുപറ്റിയത്? അതാ. കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചിരിക്കല്ലേ, അതൊന്ന് കഴിച്ചൂടെ? രാത്രിയിൽ എനിക്ക് പ്രധാന ഭക്ഷണം ഇതാ. നീ കൊണ്ടുവന്നതേ സൈഡ് ഡിഷ്.
ഡാ ഉം? ഈ ഒരു ഒരെണ്ണം അടിക്കുന്നുണ്ടോ? എനിക്കൊന്നും വേണ്ട. ഡാ ഒരെണ്ണം അടിച്ചോടാ. എനിക്ക് ശീലമില്ലാന്ന് അറിഞ്ഞൂടെ? ഓ ഇങ്ങനെ ഒരുത്തൻ. എടാ ഒരെണ്ണം കഴിച്ചാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. കഴിഞ്ഞതിനെ പറ്റി ഒന്നും ഓർക്കത്തില്ല. ഒരു 60 ഒഴിച്ചങ്ങ് വലിക്ക്. എനിക്കിപ്പോ തന്നെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടന്ന അപ്പൊ തന്നെ ഉറങ്ങും. ആ എന്നാ നിന്റെ ഇഷ്ടം. ഡാ, നീ എന്താടാ തനിയെ ചിരിക്കുന്നേ? സുധീഷിനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറയണോ? മനസ്സ് കൈവിട്ടോ? അച്ഛൻ കഴിക്കാൻ നോക്ക്. പിരിവെട്ടിയോ ഭഗവാനെ? ഇന്നലെ രാത്രി സുഭാഷ് ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇന്നലെ മുതലേ ഒരു പന്തികേട്. ഇന്നലെ ഞാൻ സുഭാഷ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു. എന്ത്? എന്തേ അനിയത്തി കെട്ടാൻ പോന്നു? നമ്മുടെ സുഭാഷ് ചേട്ടനെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു. അവനാഴ്ച സ്വന്തം ഞങ്ങളെ സുഭാഷ് ചേട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചോന്ന്.